ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഷോപ്പിംഗ് ആൻഡ് എന്താ പറയുക, ഒരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിൻ കെയർ നോക്കണമല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ എടുത്ത് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് കൂടും. പിന്നെ കഴുത്തിനും കയ്യിലും എല്ലായിടത്തും ഞാൻ വാരി വലിച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ലാക്മിയുടെ സൺസ്ക്രീനാണ്. കൊള്ളാം, നല്ല സൺസ്ക്രീനാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് വാസ്ലിൻ്റെ ഒരു സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ മുഖത്ത് അങ്ങനെ എടുത്തില്ല, ഞാൻ എൻ്റെ ബോഡിയിൽ ഇടാനായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ മാമ എർത്തിൻ്റെ ലിപ് ബാം, ഇത് അടിപൊളി ലിപ് ബാമാണ്. ഇത് ചുണ്ടിനെ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നൊരു ലിപ് ബാമാണ്. അത് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പ് ഞാൻ ഓൾറെഡി കണ്ണാടി നോക്കി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇത് എൻവൈബയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്, സെക്സി സാക്രി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ആദ്യം ഇടുമ്പോഴത്തേക്ക് ഒരു വൃത്തിയുടെ കളറായിട്ട് കാണുമെങ്കിലും പിന്നെ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് കൊറിയൻ ഇയറിംഗ് ആണ് ഞാൻ പെയർ ചെയ്യുന്നത്. പിന്നെ ഒരു വാച്ച്, പിന്നെ ഇതൊരു മെക്സിക്കോ എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ്, അടിപൊളി പെർഫ്യൂമാണ്. അപ്പോൾ റെഡിയായിട്ട് ഫിറ്റ് ചെക്കൊക്കെ ചെയ്ത് ഞാനിനി പോകാൻ പോകുന്നതെന്ന് പറയുമ്പം എൻ്റെ ചേച്ചിയുടെ ഷോപ്പിങ്ങിനായിട്ടാണ്. ചേച്ചിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള സപ്ലൈസൊക്കെ വാങ്ങിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ബെഡാ ബസാർ, ആറ്റിങ്ങ ബെഡാ ബസാറിലാണ് പോകുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നല്ല വില കുറവാണെന്ന് തോന്നുന്നു. ബുക്കൊക്കെ ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ. പിന്നെ ക്ലാസ്മേറ്റിൻ്റെ ബുക്കാണെങ്കിൽ 3 എടുക്കുമ്പോഴത്തേക്കും ഒരെണ്ണം ഫ്രീ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട ദൈവമേ, എനിക്ക് ഒന്നും കൂടി സ്കൂളിൽ പോകാനൊക്കെ തോന്നി. അമ്മാതിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ലഞ്ച് ബോക്സിൻ്റെ ആയാലും ഈ കുപ്പി, പിന്നെ ഈ ബോക്സൊക്കെ അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണോടൊക്കെയാണത് ഈ സ്റ്റേഷനറി ഐറ്റംസാണ്. കാരണം എനിക്ക് പടം വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ ക്ലച്ച് ഇരിക്കുന്ന 2 ക്ലച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്ലിംഗ് ബാഗൊക്കെ അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ചപ്പൽസ്, ഇതിനൊക്കെ വരുന്നത് 145 റുപ്പീസ് മാത്രമേ ഉള്ളൂ. 145 രൂപയ്ക്ക് അടിപൊളി ചെരുപ്പാണ്. പിന്നെ കുറേ വെറൈറ്റി ഇറൈസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2 സാധനം വാങ്ങിച്ച് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യും, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ആസ്തെറ്റിക് ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു ടൈമിലാണ് കോളേജ് പഠിച്ചിരുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ ഒരു ബാഗ് വാങ്ങിച്ചേനെ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കുപ്പിയുടെ സെക്ഷൻ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി വെറൈറ്റി ബോട്ടിൽസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്ക് അടുത്തതും കൂടി എടുക്കാൻ തോന്നുന്ന കണക്കത്തിലുള്ളത്. പിന്നെ ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയാം, ഈ ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുന്ന കണക്കത്തുള്ള വാട്ടർ ബോട്ടിൽ, അടിപൊളി വാട്ടർ ബോട്ടിലായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ 2 പെട്ടി സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാനും കൊടുത്ത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സ്നാക്സ് ഐറ്റംസും പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രൂട്ട്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ നേരെ അവൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അവൻ്റെ ടെസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇതായിട്ട് ഇപ്പോൾ പഠിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഫുൾ മാർക്ക് വാങ്ങിച്ചേനെ. അന്ന് ഇതൊക്കെ പഠിക്കാനായിട്ടാണ് കരഞ്ഞ് കുറുക്ക് വിളിച്ചൊക്കെ അവിടെ ഇരുന്നത്. ഇപ്പോഴായിട്ട് ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഫുൾ A+ ഞാൻ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചേനെ. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടെ നിന്നായിരുന്നു ഫുഡ്, ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ചേച്ചി വച്ചിട്ടായിരുന്നു വന്നത്. അടിപൊളി ഫുഡായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കാറിൽ കയറിയിട്ട് ഒരു സിപ്പപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു മെഹന്തിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ പിൻട്രസ്റ്റിൽ ഒരു അടിപൊളി ഡിസൈൻ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലഡു ഐസ്ക്രീം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൽ ലഡുവൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ആ പിൻട്രസ്റ്റ് ഇൻസ്പയറിങ് ഡിസൈൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, ഈ ബോക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയെന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.